നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലോകത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാലും അവരുടെ ആഹ്ലാദ പ്രകടനവും സന്തോഷവും ഒക്കെ ചിലപ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കും. ഇപ്പം നമ്മളെ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടി നമ്മളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടായാലും ചിലയിടങ്ങളിൽ പടക്കം പൊട്ടിക്കും, ആഹ്ലാദ പ്രകടനം നടത്തും, കൊടിതോരണങ്ങൾ കിട്ടും, പായസം വെച്ച് വിതരണം ചെയ്യും, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യും. അങ്ങനെ ആ സന്തോഷം ഏതാണ്ട് ഒരാഴ്ചയോളം, ചിലപ്പോൾ 10 ദിവസത്തോളം തന്നെ നീണ്ടു നിൽക്കും. അതാണ് സാധാരണ നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ജയിച്ച് 1-2 മണിക്കൂർ കൊണ്ട് അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ മതിയാക്കി തെരുവിലേക്കിറങ്ങി പരസ്പരം പോർ വിളിക്കുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും പരസ്പരമുള്ള ഫ്ലക്സുകൾ കീറുകയും തമ്മിലടിക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും വിഭിന്നമായി മലയാളികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കലാപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ജനങ്ങൾക്ക് എല്ലാം ചെയ്തു തരും എന്ന് വിശ്വസിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജയിച്ചു വന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF, ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതല്ല ഇവിടെ വിഷയം. ആരെ കാലുവാരി പരസ്പരം ചെളിവാരി എറിഞ്ഞ് കുതികാലി വെട്ടി നേതാവാകും എന്നുള്ളതാണ് ഇവിടെ വിഷയം. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരസ്പരം ചേരിതിരിയുന്നു. അവരുടെ അണികൾ തെരുവീതികളിൽ പരസ്പരം അടികൂടുന്നു, തെറി വിളിക്കുന്നു, പോരടിക്കുന്നു, പോർ വിളിക്കുന്നു, പോരാട്ടം നടത്തുന്നു, പ്രതിഷേധം നടത്തുന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു, പരസ്പരമുള്ള എതിർപക്ഷത്തുള്ള നേതാവിന്റെ ഫ്ലക്സുകൾ വലിച്ചു കീറുന്നു. ഇതിനിടയിൽ ഒരു മുന്നണിയിൽ ഒരുമിച്ച് തോളത്ത് കൈയിട്ട് ഇലക്ഷനെ നേരിട്ട് മത്സരിച്ച് ജയിച്ചിട്ടും പിന്നെ മുന്നണികൾ തമ്മിലുള്ള കലാപരിപാടികളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വക്കീൽ ഫീസുള്ള മാത്യു കുഴൽനാടൻ ലീഗിനെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ലീഗിന്റെ നേതാക്കന്മാർ മാത്യു കുഴൽനാടനെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും വളരെ പറയുന്നത് ലീഗിന്റെ സൈബർ പോരാളിയും ദുബായിൽ പെണ്ണ് കച്ചവടവും നടത്തുന്ന ബദറു കൈതപ്പൊയിലൊക്കെ വളരെ ശക്തമായ രീതിയിലാണ് മാത്യു കുഴൽനാടനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ട് വക്കീൽ ഓഫീസുള്ള ആളാണോ മാത്യു കുഴൽനാടനെന്ന് ബദർ കൈതപ്പൊയിൽ അറിയാമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ലീഗിന്റെ സൈബർ പോരാളികൾ ദുബായിൽ പെണ്ണ് കച്ചവടം നടത്തുകയും കൂടെ ചെയ്യുന്ന ബദറു കൈതപ്പൊയിൽ ശക്തമായ രീതിയിൽ മാത്യു കുഴൽനാടനെ പ്രതികരിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ പുണ്യാളൻ, കോൺഗ്രസ് അണികളുടെ പുണ്യാളച്ചൻ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി തറയിലിട്ട് പട്ടിയെ ചവിട്ടി തേക്കുന്നത് പോലെ ചവിട്ടി തേക്കുന്ന മനോഹരമായ കാഴ്ചകളും മലയാളികൾ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എന്റെ പേടിയാണെന്നല്ല, നാളെ ഉമ്മൻചാണ്ടിക്ക് ഒരു മോനുണ്ടല്ലോ, പുള്ളിക്കാരൻ വന്നിട്ട് പത്രസമ്മേളനം നടത്തുന്നത് അപ്പന്റെ ഫ്ലക്സ് വലിച്ചു കീറി കോൺഗ്രസുകാർ തറയിലിട്ട് ചവിട്ടി തേച്ചതിനെതിരെ CPM മറുപടി പറയണം, പിണറായി വിജയൻ മറുപടി പറയണം എന്ന് വല്ലതും പറയോ എന്നെനിക്കൊരു പേടി ഇല്ലാതില്ല. കാരണം കോൺഗ്രസ് ആണ്, ചാണ്ടി ഉമ്മനാണ്, ഉമ്മൻചാണ്ടിയുടെ മോനാണ്, പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പിന്നെ മറ്റൊരു വാർത്ത, വീര ദാമോദർ സതീശൻ സവർക്കർ അദാനിയുടെ ആൾക്കാരെയൊക്കെ പോയി നേരിട്ട് കണ്ടു. രാഹുൽ ഗാന്ധിയുടെ വാക്കിനൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അദാനിയുമായിട്ട് യാതൊരുവിധ പങ്കും പാടില്ല എന്നാ. പക്ഷെ ആ വാക്കിനെയൊക്കെ പുല്ലുവില കൽപ്പിച്ച് കാറ്റിൽ പറത്തി സതീശൻ VD സവർക്കറുടെ സ്വഭാവം കാണിച്ച വാർത്തയും പുറത്തു വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനിൽ നമ്മൾ തോറ്റു എന്നുള്ളത് വളരെ സത്യമാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് സാധാരണ നമുക്കൊരു വിഷമമൊക്കെ വരുമല്ലോ. ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ ഭയങ്കര വിഷമം വരുന്നു. പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് തോറ്റു എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാര്യം അമ്മാതിരി വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ തോന്നുന്നു തോറ്റത് നന്നായിരുന്നു. കാര്യം നമ്മളും ജയിച്ചിരുന്നെങ്കിൽ ഇവന്മാരെ കരച്ചിൽ 5 വർഷം കരഞ്ഞ് ഇവന്മാരും മെഴുകും. ഇതിപ്പോ നമ്മൾ തോക്കുകയും ചെയ്ത്, എന്നാൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരം എടുത്താൽ ഇരുട്ടുന്നത് വരെ ചിരിച്ച് മണ്ണ് വെപ്പാനുള്ള അവസരങ്ങളാണ് ഈ കോൺഗ്രസും UDFും ലീഗും എല്ലാം കൂടെയൊക്കെ നമുക്കായിട്ട് കലാപരിപാടികളായിട്ട് കാഴ്ചവെക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യാത്ത പ്രശ്നം കൊണ്ടല്ല, എന്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യും, ഒന്നിനെ ചെയ്താൽ അടുത്തത് ചെയ്യേണ്ട കാര്യം വരും. അപ്പൊ ഇത് ചെയ്ത് എനിക്ക് സമയം കിട്ടാതെ, അപ്പൊ ഞാനിങ്ങനെ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് തറയിലിട്ട് ചവിട്ടി കീറുന്നത് കണ്ടപ്പോഴും നമ്മളത് ഒന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനിയിപ്പോ ഇതിന്റെ താഴെ വന്നിട്ട് കോൺഗ്രസ്സുകാർ റെസ്റ്റ് എടുത്ത് എന്നെ തെറി വിളിക്കുന്ന മനോഹരമായ കാഴ്ചയും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു.